ഇപ്പോൾ ആലുവ ശിവക്ഷേത്രത്തിൽ മണപ്പുറത്തുള്ള ക്ഷേത്രത്തിൽ വെള്ളം കയറിയിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ഇത് മഴക്കാലത്ത് സ്ഥിരമായിട്ട് അത് അങ്ങനെ തന്നെയാണ്, എളുപ്പത്തിൽ വെള്ളം കയറാവുന്നതാണ്. കാരണം മണപ്പുറത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറ്റിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഇത്തരത്തിൽ വെള്ളം കയറുന്നത് പതിവാണ്. അമൽനാഥ് ഉണ്ട്. അമൽ, പെരിയാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണോ? ഇപ്പോൾ മണപ്പുറത്ത് ക്ഷേത്രത്തിൽ വെള്ളം കയറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. മനു, തീർച്ചയായും ആലുവ മണൽപ്പുറത്ത് നിലവിൽ ഇത്തരത്തിൽ വെള്ളം വലിയ രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മഴക്കാലങ്ങളിലുമുള്ള ഒരു പതിവ് കാഴ്ച തന്നെയാണ് ഇത്. നിലവിൽ ഇന്ന് അല്ലെങ്കിൽ ഇത്തവണ കുറച്ച് നേരത്തെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായിരുന്ന ശക്തമായ മഴ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. നിലവിലിപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ പോലും വൈകുന്നേരങ്ങളോടുകൂടി മഴ ശക്തമാകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെരിയാറിലടക്കം ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇത്തരത്തിൽ ആലുവ മണപ്പുറത്ത് ഇത്തരത്തിൽ ഈ ശിവക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വെള്ളം ഉയരുവാനുള്ള പ്രധാന കാരണം. നിലവിൽ ഇപ്പോൾ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പെരിയാറിൻ്റെ തീരങ്ങളിലുള്ള അവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ആലുവ മണപ്പുറത്ത്, അതായത് ശിവക്ഷേത്രത്തിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം തന്നെയാണ്. ഇത് പതിവ് കാഴ്ചയാണെങ്കിൽ പോലും ഇത്തവണ ഇത് കുറച്ച് നേരത്തെ ആണ് ഇത്തരത്തിൽ വെള്ളം ഉയർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം കയറിയിരിക്കുന്നത് എന്ന് പറയാം. അത് ശിവക്ഷേത്രത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം പതിവാണ്. അതിന്റെ അർത്ഥം ഈ പെരിയാറ്റിൽ ഓരോ മിനിറ്റിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ആ രീതിയിൽ തീരപ്രദേശങ്ങളിലുള്ളവർ പാലിക്കേണ്ട കുറേയേറെ ജാഗ്രതകളുണ്ടല്ലോ, മുൻകരുതലുകളുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ അവിടെ അറിയിപ്പുകൾ നൽകി കഴിഞ്ഞിട്ടില്ലേ? മനു, ഇത്തരത്തിൽ ഈ ശിവക്ഷേത്രത്തിലേക്ക് വെള്ളം കയറാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇത്തരത്തിൽ മലങ്കര ഡാം തുറന്നു എന്നുള്ളതാണ്. അത് ഇത്തരത്തിൽ വെള്ളത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, ഒപ്പം തന്നെ മുൻകരുതലുകൾ ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പെരിയാറിൻ്റെ സമീപങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ മാറി താമസിക്കുവാനുള്ള അടക്കം നിർദ്ദേശങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 360 മുകളിലുള്ള ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ അവയൊന്നും പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ജലനിരപ്പ് കൂടുതലായി ഉയരുകയാണെങ്കിൽ, സമീപത്തേക്ക് വെള്ളം കയറുകയാണെങ്കിൽ വീടുകളിൽ നിൽക്കുവാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് ഇവരെ മാറ്റുമെന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിന് ഏകദേശം 360ഓളം ക്യാമ്പുകൾ നിലവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലടക്കം ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മഴക്കാലങ്ങളിൽ രാത്രി സമയങ്ങളിലുള്ള യാത്രകളടക്കം ഒഴിവാക്കുവാനുള്ള നിർദ്ദേശങ്ങളടക്കം നിലവിൽ ജില്ലയിൽ നൽകിയിട്ടുണ്ട്. മനു.